ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ ഒന്നാമത്തെ പാഠമാണ് നോക്കാനായിട്ട് പോകുന്നത്. വരകളും വട്ടങ്ങളും എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD5 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. ഇനി മാത്സിൻ്റെ ക്ലാസ്സുകളാണ് വേണ്ടതെങ്കിൽ STD5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ മക്കളെ, നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ചിത്രങ്ങൾ നോക്കിയോ? കുത്തനെയുള്ള തൂണുകളും ചാഞ്ഞും ചരിഞ്ഞുമുള്ള താങ്ങുകളും ചേർത്തുണ്ടാക്കിയ പാലമാണ് ഒന്നാമത്തെ ചിത്രം. കുത്തനെ ഉയർന്നു നിൽക്കുന്ന കുത്തബ് മിനാർ ഗോപുരവും ഇരുമ്പ് തൂണുമാണ് അടുത്ത ചിത്രം. കുത്തനെ പണിതുവെങ്കിലും കാലക്രമേണ ചെരിഞ്ഞുപോയ പിസാ ഗോപുരം ആണ് മൂന്നാമത്തെ ചിത്രം. ചരിച്ചു വെട്ടിയ പലകകളും നിവർന്നും ചരിഞ്ഞുമുള്ള കാലുകളും ചേർത്തുണ്ടാക്കിയ മേശയാണ് അവസാനത്തെ ചിത്രം. ഇതെല്ലാം നിർമ്മിക്കുന്നതിന് മുൻപ് കൃത്യമായ അളവിൽ വരകൾ വരച്ചുള്ള ചിത്രങ്ങൾ വേണം. പാലമായാലും മേശയായാലും മറ്റെന്തുപകരണങ്ങളായാലും. നോക്കൂ, നമുക്കവിടെ ആ മേശയുടെ ചിത്രം കണ്ടോ മക്കളെ? അതിൻ്റെ എങ്ങനെയാണ് സ്കെച്ച് വരച്ചിട്ട് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ള ചിത്രമുണ്ട്. അതുപോലെ ആദ്യത്തെ ആ ഒരു പാലത്തിൻ്റെ ചിത്രവും അതിൻ്റെ ഒരു സ്കെച്ചിൻ്റെ ചിത്രവും അവിടെ തന്നിട്ടുണ്ട്. നമുക്കും വരച്ചു തുടങ്ങാം. ആദ്യം ഒരു ചതുരം വരയ്ക്കാൻ വളരെ എളുപ്പമല്ലേ മക്കളെ? ചതുരത്തിൻ്റെ രണ്ട് എതിർവശങ്ങളും തുല്യമായിരിക്കും, അക്കാര്യം നമുക്കറിയാം അല്ലേ? അപ്പം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം താഴത്തെ വശം വരയ്ക്കാം. അതായത് താഴെയുള്ള ഈ 5 സെൻറ്റിമീറ്റർ, സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ നീളമെടുത്ത് അത് വരയ്ക്കുക. ഇനി ഈ വരയുടെ ഒരറ്റത്ത് കുത്തനെ 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വര വരയ്ക്കണം. അതിന് ജ്യാമിതി പെട്ടിയിലെ ഒരു മട്ടം ഉപയോഗിക്കാം. 2 മട്ടങ്ങൾ ജ്യാമിതി പെട്ടിയിലുണ്ട്. ഒന്നാമത്തെ മട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കോണ് 90 ഡിഗ്രിയും മറ്റ് 2 45 ഡിഗ്രിയും വീതം. രണ്ടാമത്തെ മട്ടം എന്ന് പറയുന്നത് ഒരു കോണ് ചെറിയൊരു കോണും പിന്നെ ഏറ്റവും വലിയൊരു കോണും പിന്നെ 90 ഡിഗ്രിയുള്ള അങ്ങനെ ഒരു മട്ടം അല്ലേ? അപ്പോൾ ഇതിൽ ഏത് മട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ ആ 90 ഡിഗ്രി കുത്തനെ നിൽക്കുന്ന ആ വശം നോക്കിയിട്ട് വേണം നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വര വരയ്ക്കാൻ. കുത്തനെയുള്ള വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ താഴത്ത് നമ്മൾ വരച്ച ആ വരയിൽ ഈ മട്ടത്തിൻ്റെ താഴ്ഭാഗം അതുപോലെ കൃത്യമായി മുട്ടി നിൽക്കുന്ന വര വരയ്ക്കുക. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പകുതിയായി അല്ലേ? താഴെ 5 സെൻറ്റിമീറ്ററും കുത്തനെ മുകളിലേക്ക് 3 സെൻറ്റിമീറ്ററും ആയി. ഇനി താഴത്തെ വരയുടെ മറ്റേ അറ്റത്തും ഇതുപോലെ മട്ടം ഉപയോഗിച്ച് കുത്തനെ ഒരു വര 3 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരയ്ക്കുക. കുത്തനെയുള്ള 2 വരകളുടെയും മുകളറ്റങ്ങൾ ചേർത്ത് ഒരു വരയും കൂടി വരച്ചാൽ ചതുരമായി. അപ്പോൾ 2 വശങ്ങൾ 5 സെൻറ്റിമീറ്ററും 2 വശങ്ങൾ 3 സെൻറ്റിമീറ്ററുമായൊരു ചതുരം നമുക്ക് ലഭിച്ചു. നിങ്ങൾക്കൊരു സംശയം തോന്നിയില്ലേ? മുകളിലെ വര അളന്ന് വരച്ചതല്ലോ, പക്ഷെ അതും 5 സെൻറ്റിമീറ്റർ തന്നെ ആകുമോ? തീർച്ചയായിട്ടും അതും 5 സെൻറ്റിമീറ്റർ തന്നെ ആണ്. അളന്നു നോക്കൂ, ഒട്ടും ശരിയാതെയാണ് ഇടതും വലതും വശങ്ങൾ വരച്ചതെങ്കിൽ മുകളിലെ വശവും 5 സെൻറ്റിമീറ്റർ തന്നെ ആകും. ഇനി അല്പം ചെരിവുണ്ടെങ്കിലോ? അതാണ് നമ്മൾ അടുത്ത ചിത്രത്തിൽ നോക്കുന്നത്. രണ്ടാമത്തെ ചിത്രം കണ്ടോ? ഇടതും വലതും വരകൾ രണ്ടും ചെരിയാതെ കുത്തനെ തന്നെയാണോ? അല്ല. വലതു വരയുടെ കാര്യത്തിൽ അല്പം സംശയമുണ്ട്. മട്ടം വച്ചു നോക്കിയാൽ കണ്ടോ, നമുക്കിവിടെ ഒരു ചെരിവ് കാണാം. മട്ടത്തിൻ്റെ ഒപ്പമല്ലല്ലോ ആ വര വരുന്നത്, മട്ടത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ്. അതായത് ആ വരയ്ക്കൊരു ചെരിവുണ്ട്. ഇനി മുകളിലെയും താഴത്തെയും വരകളുടെ നീളം അളന്നു നോക്കൂ. ഒരേ നീളമാണോ? അല്ല, താഴെയുള്ളതിനേക്കാട്ടിലും കുറച്ചല്പം കൂടുതലായിരിക്കും മുകളിലുള്ളത്. ഇനി മറ്റൊരു ചിത്രം വരയ്ക്കാം. ആദ്യം ഒരു വര നീട്ടി വരയ്ക്കുക. അതിൻ്റെ ഇടത്തെ അറ്റത്തു നിന്ന് 5 സെൻറ്റിമീറ്റർ നീളം അടയാളപ്പെടുത്തുക. ഇടത്തെ അറ്റത്ത് നീളം കൂടിയ മട്ടം ചിത്രത്തിലേതുപോലെ വെച്ച് ഒരു വര വരയ്ക്കുക. ഇതാണ് നമ്മളുടെ ജ്യാമിതീയ ബോക്സിലുള്ള രണ്ടാമത്തെ മട്ടം. കണ്ടോ? നീളം കൂടിയ ഒരു കോണും ഏറ്റവും കുറഞ്ഞൊരു കോണുമുള്ള ഒരു മട്ടം. ഇനി എന്ത് ചെയ്യേണ്ടത്? അതുപോലെ കാണിച്ചിരിക്കുന്നത് പോലെ താഴെ മട്ടം നമ്മൾ വരച്ച ആ വരയിൽ ആ മട്ടം അങ്ങനെ വെക്കുക. ഇനി മട്ടം 5 സെൻറ്റിമീറ്റർ നിരക്കി നീക്കി ആ അറ്റത്തും ഇതുപോലെ ഒരു വര വരയ്ക്കുക. രണ്ടറ്റത്തും നമ്മൾ താഴെ വരച്ച 5 സെൻറ്റിമീറ്ററിൽ വരച്ച രണ്ടറ്റത്തും മട്ടത്തിൻ്റെ ഈ ഭാഗം ഉപയോഗിച്ച് നമ്മൾ 2 വരകൾ വരച്ചു കൊടുത്തു. ചരിഞ്ഞ വരകൾ രണ്ടിലും 3 സെൻറ്റിമീറ്റർ നീളം അടയാളപ്പെടുത്തി. ബാക്കിയുള്ള വരകൾ മായ്ച്ചു കളയുക. ഈ രണ്ടറ്റങ്ങളും ചേർത്ത് ഒരു വര വരയ്ക്കുക. താഴത്തെ വരയുടെയും 5 സെൻറ്റിമീറ്റർ കവിഞ്ഞുള്ള ഭാഗം മായ്ച്ചു കളയാം. ഇപ്പം നമുക്ക് താഴത്തെ വര 5 സെൻറ്റിമീറ്ററും മുകളിലെ വശവും 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു രൂപത്തെ നമ്മൾ സാമാന്തരികം എന്നാണ് പറയാം കേട്ടോ. മുകളിലെ വശം അളന്നു നോക്കൂ, അതും 5 സെൻറ്റിമീറ്റർ തന്നെയല്ലേ? യെസ്.
മട്ടത്തിൻ്റെ ഇപ്പോൾ ഉപയോഗിച്ച മൂലയ്ക്ക് പകരം മറ്റേ മൂല ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. അതായത് ആ ചെറിയ കോണുള്ള ആ മൂലയുണ്ടല്ലോ, ആ മൂല ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ പരന്ന ഒരു സാമാന്തരികം കിട്ടും. വരച്ചു നോക്കൂ. മറ്റേ മട്ടത്തിൻ്റെ ഒരു മൂല ഉപയോഗിച്ച് ഇങ്ങനെയും വരയ്ക്കാം. അതായത് 45 ഡിഗ്രി വരുന്ന ആ മട്ടം ഉണ്ടല്ലോ, രണ്ട് കോണുകൾ ഒരുപോലെ വരുന്ന ആ മട്ടത്തിൻ്റെ ഒരു മൂല ഉപയോഗിച്ച് നമുക്ക് രണ്ടാമത് കാണിച്ചിരിക്കുന്ന അതുപോലെയുള്ള ചിത്രവും വരയ്ക്കാം. രണ്ട് ചിത്രങ്ങളിലും മുകൾ വശം അളന്നു നോക്കൂ. 5 സെന്റിമീറ്റർ തന്നെയാണോ? യെസ്, 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. മുൻപ് വരച്ച ചിത്രത്തിൽ വലതുവശം മാത്രം അല്പം ചരിച്ചപ്പോൾ മുകളിലെ വശത്തിന്റെ നീളം മാറി. ഇപ്പോൾ വരച്ച 3 ചിത്രങ്ങളിലും 2 വശങ്ങളും ചരിച്ചിട്ടും മുകളിലെ നീളം മാറിയില്ല. കാരണം എന്താ? 2 വശവും ഒരുപോലെയാണ് ചരിവ് വന്നിരിക്കുന്നത് അല്ലേ? ഇരുവശങ്ങളും എങ്ങനെ ചരിച്ചാലും നീളം മാറാതിരിക്കുമോ? ഇല്ല. 2 വശങ്ങളും ഒരുപോലെ ചരിച്ചെങ്കിൽ മാത്രമേ നീളം മാറാതിരിക്കുകയുള്ളൂ. രണ്ടിനും 2 ചെരിവാണെങ്കിൽ തീർച്ചയായിട്ടും നീളം മാറും. 5 സെന്റിമീറ്റർ വരയിലെ രണ്ടറ്റത്തും മട്ടം വച്ച് വരച്ചത് ഇങ്ങനെയാണെങ്കിലോ? നോക്കൂ. ആദ്യം നമ്മൾ ഒരു മട്ടം ഉപയോഗിച്ച് ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് താഴെ ഒരു 5 സെന്റിമീറ്റർ വര വരയ്ക്കുന്നു. പിന്നെ മട്ടം ഉപയോഗിച്ച് മുകളിലേക്ക് മറ്റൊരു വര വരച്ചു കൊടുക്കുന്നു. ശേഷം മട്ടത്തിന്റെ മറ്റേ മൂല നമ്മൾ താഴെ വരച്ച ആ വരയുടെ മറ്റു ഭാഗത്ത് നിന്ന് നമ്മൾ വരച്ചു കൊടുത്തു. ഇനി രണ്ടറ്റത്തെയും ചെരിഞ്ഞ വരകളിൽ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി മുകളറ്റങ്ങൾ ചേർത്ത് വരയ്ക്കുക. അതായത് ഏറെ വന്ന ഭാഗം മായ്ച്ചു കളഞ്ഞ് 3 സെന്റിമീറ്ററിൽ മാത്രം നിങ്ങൾ ആ വര വരയ്ക്കുക. എന്നിട്ട് മുകളിലുള്ള രണ്ടും കൂടെ യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ 5 സെന്റിമീറ്ററും 2 വശങ്ങളും 3 സെന്റിമീറ്ററും മുകളിലെ വശം മറ്റൊരു നീളവുമായിട്ടുള്ള ഒരു രൂപം കിട്ടും. ഈ രൂപത്തെ നമ്മൾ ലംബകം എന്നാണ് പറയാ കേട്ടോ. നിങ്ങൾ പിന്നീട് പഠിക്കും, ലംബകം എന്നാണ് പേര്. ഇതിന്റെ ഇടതും വലതും വശങ്ങൾ അല്പം കൂടി നീട്ടി വരച്ചാൽ ഇങ്ങനെയൊരു ത്രികോണവുമായി. കണ്ടോ മക്കളെ? അപ്പൊ നമുക്ക് സ്കെയിലും മട്ടവും ഉപയോഗിച്ച് പല രൂപങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായില്ലേ? ത്രികോണത്തിന്റെ ചരിഞ്ഞ വശങ്ങൾ അളന്നു. ഇനി സ്കെയിലും മട്ടങ്ങളും ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ വരച്ചു നോക്കൂ. നമുക്ക് നോക്കാം. പല ചിത്രങ്ങളും നമുക്ക് വരയ്ക്കാനായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള ചിത്രങ്ങളിലെ വരകളുടെ എല്ലാം നീളം 3 സെന്റിമീറ്റർ ആണ്. അവയെല്ലാം വരച്ച് നിറം കൊടുക്കുക. അപ്പൊ നമുക്ക് താഴെ ഒരു സമചതുരവും 3 സാമാന്തരികവും പിന്നെ ഒരു ത്രികോണവും തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വശങ്ങളുടെ നീളം എന്താണ്? 3 സെന്റിമീറ്റർ വീതമാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരയ്ക്കാം. സമചതുരം വരയ്ക്കാൻ ആദ്യം നമ്മൾ 3 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ മട്ടം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ താഴെയുള്ള വരയിൽ വെച്ചിട്ട് മുകളിലേക്ക് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ അളവിൽ ഒരു വര വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ മട്ടം തന്നെ നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ച്, ഞാനിവിടെ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ടാണ് മക്കൾ എന്ത് ചെയ്യുക, വര കുറച്ചുകൂടെ ഇങ്ങോട്ട് നീട്ടി വരച്ച ശേഷം അവിടെ നിന്ന് മട്ടം ഉപയോഗിച്ച് 3 സെന്റിമീറ്ററിൽ വരയ്ക്കുക. ശേഷം ആ കിട്ടിയ 2 വരകൾ കൂടി യോജിപ്പിച്ച് വരയ്ക്കുക. ശേഷം അളന്ന് നോക്കുമ്പോൾ 4 വശങ്ങളും 3 സെന്റിമീറ്റർ ആയിരിക്കും. രണ്ടാമത്തെ ചിത്രം സാമാന്തരികമാണ്. അതിന് നമ്മൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു കൊടുക്കുക. ശേഷം മട്ടത്തിൻ്റെ ഈ മട്ടമാണ് എടുക്കേണ്ടത് കേട്ടോ. വ്യത്യസ്ത അളവുകളുള്ള മട്ടം എടുക്കുക. അതിൻ്റെ ഈ ചെറിയ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിലേക്ക് വര നീട്ടി വരയ്ക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ച് അപ്പം തന്നെ 3 സെന്റിമീറ്ററിൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വര നീട്ടി വരച്ച ശേഷം അവിടെ നിന്ന് 3 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളഞ്ഞാൽ മതി. ശേഷം നമ്മൾ ആ വരയുടെ മറ്റേ അറ്റത്ത് നിന്നും എന്ത് ചെയ്യുക? മട്ടം ഇതുപോലെ വെച്ച് സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കുക. അവിടെ നിന്നും ഒരു 3 സെന്റിമീറ്റർ സ്കെയിലിൽ എന്ത് ചെയ്യുക? 3 സെന്റിമീറ്റർ അളന്ന ശേഷം അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ കിട്ടിയ 2 വരകളും ഒന്ന് പരസ്പരം യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന അളവുകളിലുള്ള സാമാന്തരികം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് സാമാന്തരികമാണ് വരയ്ക്കാനുള്ളത്. അതിന് നമ്മൾ ആദ്യം 3 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഈ മട്ടമാണ്. അതായത് 2 കോണുകളും തുല്യമായിട്ടുള്ള ഈ മട്ടം, ചെറിയ മട്ടം. ഈ മട്ടത്തിൽ നമ്മൾ ഈ ഒരു ഭാഗം ഉപയോഗിച്ച്, ഒരു വശം ഉപയോഗിച്ച് നമ്മൾ 3 സെന്റിമീറ്ററിൽ വീണ്ടും ഒരു വര വച്ചു. ആദ്യം വരച്ച ആ വരയുടെ മറ്റേ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? മട്ടത്തിന്റെ അതേ മൂല തന്നെ ഉപയോഗിച്ച് നമ്മൾ 3 സെന്റിമീറ്റർ അളവിൽ സ്കെയിൽ കൊണ്ട് 3 സെന്റിമീറ്റർ അളന്ന് അവിടെ നിന്നും ഒരു വര വരച്ചു കൊടുത്തു. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന 2 വരകളും നമ്മൾ തമ്മിൽ യോജിപ്പിച്ചു. അത് സ്വാഭാവികമായിട്ടും 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. നാലാമത്തെ ചിത്രം നോക്കൂ മക്കളെ. 3 സെന്റിമീറ്റർ അളവിൽ നമ്മൾ ആദ്യം ഒരു വര വരച്ചു കൊടുത്തു. എന്നിട്ട് സാമാന്തരികം തന്നെയാണ് കേട്ടോ നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത മട്ടം ഉണ്ടല്ലോ, വ്യത്യസ്ത അളവുകളുള്ള മട്ടം, ആ മട്ടത്തിന്റെ ഈ ഭാഗം, അതായത് വലിയ കോണ്, 90 അല്ലാത്ത വലിയ കോണ്, ആ കോണ് കൊണ്ടാണ് അടുത്തത് വരയ്ക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ അവിടെ 3 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു കൊടുത്തു. ആദ്യം വരച്ച വരയുടെ മറ്റേ അറ്റത്തും നമ്മൾ ഈ മട്ടത്തിന്റെ അതേ ഭാഗം തന്നെ, അതേ വശം തന്നെ വെച്ചിട്ട് ഒരു വര വരച്ചു. അത് നമ്മൾ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക.
എന്നിട്ട് കിട്ടിയ രണ്ട് വരകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അടുത്ത് നമുക്ക് ത്രികോണമാണ് വരയ്ക്കാനുള്ളത്. 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ ആദ്യം ഒരു വര വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മട്ടം ഉപയോഗിക്കുക. അതായത് രണ്ടും വശങ്ങളും തുല്യമായിട്ടുള്ള മട്ടം ഉണ്ടല്ലോ, ആ മട്ടം ഉപയോഗിക്കുക. ആ മട്ടം വെച്ച് നമ്മൾ വരയുടെ താഴെ വച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. ഇനി കിട്ടിയിട്ടുള്ള ഈ രണ്ട് വരകളും നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്ററിലുള്ള ത്രികോണം കിട്ടി. ചോദ്യം 2. ആദ്യത്തെ ചിത്രം പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരച്ച് രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ നിറം കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ ഒരു വശവും 3 സെൻറ്റിമീറ്റർ ഒരു വശമായിട്ടുള്ള ഒരു ചതുരം വരയ്ക്കണം. പിന്നെ അതിനുശേഷം അതിനെന്തായിട്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന രൂപമായിട്ട് നമ്മൾ മാറ്റണം. അതിനായിട്ട് നമുക്ക് ആദ്യം സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മട്ടം ഉപയോഗിച്ച് ചതുരം വരയ്ക്കാനായിട്ട് അറിയാലോ. മട്ടം ഉപയോഗിക്കുക. മുകളിലേക്ക് 3 സെൻറ്റിമീറ്ററാണ് നമ്മളോട് അളവ് പറഞ്ഞിരിക്കുന്നത്. ഒരു വശം 3 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ആദ്യം മാർക്ക് ചെയ്യുക. പിന്നെ വരയുടെ തൊട്ട് അടുത്ത ഭാഗവും 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന അളവുകളിലുള്ള ചതുരമായിട്ട് നമുക്ക് വേണ്ടത് വ്യത്യസ്ത അളവുകളുള്ള മട്ടമാണ്. ആ മട്ടത്തിൻ്റെ ഏറ്റവും ചെറിയ കോണ്, ആ ചെറിയ കോണ് നമ്മൾ ചതുരത്തിൻ്റെ ഈ അറ്റത്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വര നീട്ടി വരയ്ക്കുക. എന്നിട്ട് മുകളിലുള്ള പോയിന്റ് ഉണ്ടല്ലോ ചതുരത്തിൻ്റെ, അവിടെയും നമ്മൾ ഇതേ കോൺ ഉപയോഗിച്ച് വര നീട്ടി വരയ്ക്കുക. എന്നിട്ട് ആ ചതുരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള വശത്തിൻ്റെ ആ അറ്റത്തു നിന്നും അതുപോലെ തന്നെ ഈ മട്ടത്തിൻ്റെ ചെറിയ കോണിൻ്റെ ആ ഭാഗം ഉപയോഗിച്ച് ആ വരയും നീട്ടി വരയ്ക്കുക. ഈ വരകളുടെ എല്ലാം നീളം 2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യുക. ഈ എല്ലാ വരകളും നമ്മൾ വരച്ച 3 വരകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അളവിലുള്ള തന്നിരിക്കുന്ന രൂപം കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ വരച്ച അതുപോലെ തന്നെയാണ് ഈ ചിത്രം വരയ്ക്കുക. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു സമചതുരത്തിൻ്റെ ആണല്ലേ. എല്ലാ വശങ്ങളും എന്താണ്, തുല്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് എടുത്ത് വരച്ചത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെയുള്ള സമചതുരമാക്കി മാറ്റിയാൽ മതി. ഇതിൽ പ്രത്യേകം അളവുകൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അളവുകൾ എടുക്കാം കേട്ടോ. ഞാനിവിടെ 4 സെൻറ്റിമീറ്ററിലാണ് ചതുരം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്ററിൽ ആദ്യം ഒരു വര വരച്ചു കൊടുത്തു. എന്നിട്ട് മട്ടം ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ ചതുരമാക്കുക, സമചതുരമാക്കുക. അപ്പോൾ സമചതുരമാക്കുക എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം. അപ്പം മട്ടവും സ്കെയിലും ഉപയോഗിച്ച് ആദ്യം നമ്മളിനി ഇതിനെ സമചതുരമാക്കി കൊടുക്കുന്നു. കിട്ടിയ രണ്ട് വരകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് നാലാമത്തെ വശം 4 സെൻറ്റിമീറ്റർ തന്നെ ആയിട്ടുള്ള ഒരു സമചതുരം കിട്ടും. ഇനി നമ്മൾ ഈ മട്ടത്തിൻ്റെ ഏറ്റവും ചെറിയ മൂലയെടുത്ത്, ചെറിയ കോണ് വരുന്ന ആ ഭാഗം എടുത്ത് ചതുരത്തിൻ്റെ ഈ ഒരു വശത്തു നിന്നും, അതായത് ഈ അറ്റത്തു നിന്നും എന്ത് ചെയ്യുന്നു, ഈ കോണിൽ നമ്മൾ 4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മുകളിലുള്ള വശത്തു നിന്നുള്ള കോണിൽ നിന്ന് നമ്മൾ ഇതേ മട്ടത്തിൻ്റെ ചെറിയ മൂല തന്നെ ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ അളവിൽ ഒരു വര വരച്ചു കൊടുക്കുന്നു. രണ്ട് വരകളും തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. അത് 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. പിന്നെ ചതുരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ അതുപോലെ മട്ടത്തിൻ്റെ ആ ഭാഗം ഉപയോഗിച്ച് അതേ കോണ് തന്നെ ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ച് നീട്ടി കൊടുക്കുന്നു. ആ വരയും നമ്മൾ ആദ്യം വരച്ച വരയും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. വട്ടക്കണക്ക്. വട്ടം വരയ്ക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണല്ലേ? നമ്മൾ വളകളും ഒക്കെ ഉപയോഗിച്ച്, അതുപോലെ കുപ്പിയുടെ അടപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാറുണ്ട്. നാണയമോ കുപ്പിയുടെ അടപ്പോ ഉപയോഗിച്ച് ചെറുവട്ടങ്ങൾ വരയ്ക്കാം. അല്പം കൂടി വലിയ വട്ടമാണെങ്കിൽ ഒരു വള, അതുപോലെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പ്, അങ്ങനെ പലതും ഉപയോഗിക്കാം. ചെറുതോ വലുതോ ആയ വട്ടം വരയ്ക്കാനുള്ള ഉപകരണം ജ്യാമിതി പെട്ടിയിലുണ്ട്. അതാണ് കോമ്പസ്. കണ്ടോ മക്കളെ, നിങ്ങൾ ജ്യാമിതി പെട്ടിയിൽ ഉണ്ടാവും നിങ്ങൾക്ക് കോമ്പസ്. അതിൽ പെൻസിൽ വെക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കോമ്പസ് എന്നാണ് വട്ടം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജ്യാമിതി പെട്ടിയിലെ ഈ ഉപകരണത്തിൻ്റെ പേര്. ഇങ്ങനെ വട്ടം വരയ്ക്കുമ്പോൾ കോമ്പസിൻ്റെ കാലുകൾ തമ്മിലുള്ള അകലം ഇടയ്ക്ക് വെച്ച് മാറിപ്പോകരുത്. അതായത് കോമ്പസിൻ്റെ ആ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റ് നമ്മൾ അതുപോലെ തന്നെ ആ പോയിന്റിൽ തന്നെ വെച്ച് അതുപോലെ വട്ടം കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വട്ടം ശരിക്കും വട്ടല്ലാതെ ആയിപ്പോവും. ആദ്യം എടുത്ത അകലം തന്നെ ആയിരിക്കണം വട്ടം മുഴുവനാകുന്നത് വരെ എന്നർത്ഥം. വട്ടം വരയ്ക്കാൻ കോമ്പസിൻ്റെ മുന ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുകയും പെൻസിലിൻ്റെ മുന അതിനു ചുറ്റും കറക്കുകയുമാണല്ലോ. ഈ സഞ്ചാരത്തിൽ എപ്പോഴും പെൻസിൽ മുന കോമ്പസ് മുനയിൽ നിന്ന് ഒരേ അകലത്തിലാണ്. ഇത് കണക്കിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം: ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ പാതയാണ് വൃത്തം. വൃത്തം എന്നത് വട്ടത്തിന് കണക്ക് ഭാഷയിലെ പേരാണ്. മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ബിന്ദു അഥവാ വൃത്തകേന്ദ്രം, അനങ്ങാത്ത ബിന്ദുവും കറങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള മാറാത്ത അകലം, അതാണ് വൃത്തത്തിൻ്റെ ആരം.
വൃത്തം നോക്കൂ മക്കളെ, നമ്മൾ കോമ്പസിന്റെ ആ മുന കുത്തുന്ന ആ പോയിന്റ് ആണ് കേന്ദ്രം. വൃത്തത്തിന്റെ പകുതി ദൂരം, വൃത്തത്തിലേക്കുള്ള പകുതി ദൂരമാണ് എന്ത്, ആരം. അപ്പോൾ ആരം 4 സെന്റിമീറ്റർ ആയ വട്ടം എങ്ങനെ വരയ്ക്കും? അതും നമ്മൾ കോമ്പസിൽ എന്ത് ചെയ്യുക, കോമ്പസും പെൻസിലും തമ്മിലുള്ള അകലം സ്കെയിലിൽ 4 സെന്റിമീറ്റർ എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ കോമ്പസിന്റെ മുന കുത്തിയിട്ട് ആ പെൻസിൽ കറക്കി ഒരു വട്ടം വരയ്ക്കാം. അപ്പോൾ അതിന്റെ ആരം 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി പല വട്ടങ്ങൾ വരച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നത് നോക്കാം. അത്ര വലുതല്ലാത്ത ഒരു വര വരയ്ക്കുക. അതിന്റെ രണ്ടറ്റവും കേന്ദ്രങ്ങളായി വരുന്ന വരയുടെ നീളം ആരമായി 2 വട്ടം വരയ്ക്കുക. അതായത് നമ്മൾ ആദ്യം വരച്ച വരയുടെ ഒരു ഭാഗത്ത് കുത്തിയിട്ട് ഒരു വട്ടം വരയ്ക്കുക, മറ്റേ ഭാഗത്ത് കുത്തിയിട്ട് മറ്റേ വട്ടവും വരയ്ക്കുക. അപ്പൊ നമുക്ക് ഈ രൂപം കിട്ടും. ഈ വട്ടങ്ങൾ മുകളിലും താഴെയും മുറിച്ചു കിടക്കുന്ന സ്ഥാനങ്ങൾ വരയുടെ അറ്റങ്ങളുമായി ചേർത്ത് വരകൾ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കിതാ മുകളിൽ 2 വൃത്തങ്ങൾ, അതിനുള്ളിൽ ഒരു സാമാന്തരികം, അങ്ങനെയുള്ള രൂപം കിട്ടും. ഇനി ഈ ചിത്രത്തിന് ഇങ്ങനെ നിറം കൊടുത്തു നോക്കൂ. മറ്റൊരു ചിത്രം. നേരത്തെ വരച്ചതുപോലെ 2 വട്ടങ്ങൾ വരയ്ക്കുക. ആദ്യം വരച്ച വര നീട്ടി വലത്തെ വട്ടത്തിൽ മുട്ടിക്കുക. ഈ സ്ഥാനം കേന്ദ്രമാക്കി അതേ ആരത്തിൽ മറ്റൊരു വട്ടം വരയ്ക്കുക. മനസ്സിലായ മക്കളെ? ആദ്യം നമ്മൾ വരച്ച വര ഇതാണ്. അവിടെ നിന്ന് നമ്മൾ 2 വൃത്തങ്ങൾ വരച്ചു. എന്നിട്ട് ആ വരയിൽ നിന്ന് വര ഒന്നുകൂടെ നീട്ടി കുറച്ചുകൂടെ നീട്ടിയിട്ട് വരച്ചു. എന്നിട്ട് അതേ നീളത്തിലിട്ടോ. എന്നിട്ട് ആ വരയുടെ രണ്ടാമത് വരച്ച വരയുടെ മറ്റേ അറ്റത്ത് നിന്ന് നമ്മൾ മറ്റൊരു വൃത്തം കൂടെ വരച്ചു. അപ്പോൾ നമുക്ക് 3 വൃത്തങ്ങൾ കിട്ടി. ആദ്യം വരച്ച വര ഇനി മായ്ച്ചു കളയുക. നടുവിലത്തെ വട്ടത്തെ മറ്റു 2 വട്ടങ്ങൾ മുറിച്ചു കടക്കുന്ന 4 സ്ഥാനങ്ങൾ കണ്ടില്ലേ? അവ തമ്മിൽ ചേർത്ത് വരച്ചാൽ ഇങ്ങനൊരു രൂപം നമുക്ക് കിട്ടും. എന്താണ് മക്കളെ ഇത്? പഞ്ചഭുജം, ഷഡ്ഭുജം. 6 വശങ്ങളാണ്, അപ്പോൾ അത് ഷഡ്ഭുജം. നടുവിലെ വട്ടത്തിലെ 6 കുത്തുകളിൽ ഒരെണ്ണം കേന്ദ്രമായി ഇതുവരെ ഉപയോഗിച്ച ആരം മാറ്റാതെ നടുവിലത്തെ വട്ടത്തിനുള്ളിൽ ഒരു വട്ടക്കഷ്ണം ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ വരയ്ക്കുക. അതായത് 2 കുത്തുകൾക്ക് തമ്മിൽ നടുവിലുള്ള ഒരു കുത്ത് വിട്ട് മറ്റു 2 കുത്തുകൾ തമ്മിൽ ഇങ്ങനെ ഒരു ആർച്ച് അല്ലെങ്കിൽ പകുതി വട്ടം വരച്ചു കൊടുക്കുക. ഇതുപോലെ മറ്റു 3 കുത്തുകളും കേന്ദ്രമായി നടുവിലത്തെ വട്ടത്തിനുള്ളിൽ വട്ടക്കഷ്ണങ്ങൾ വരച്ചു നോക്കൂ. അതിന് വിഷമമാണെങ്കിൽ വട്ടങ്ങൾ മുഴുവനായി വരച്ച് പുറത്തുള്ള ഭാഗം മായ്ച്ചു കളഞ്ഞാലും മതി. ഇനി പുറത്തുള്ള വട്ടക്കഷ്ണങ്ങൾ മായ്ച്ചു കളഞ്ഞ് നടുവിലെ ചിത്രത്തിന് മാത്രം നിറം കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലൊരു ചിത്രം കിട്ടും. ഇത് നിങ്ങൾക്ക് ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ക്ലാസ്സിൽ ചെയ്ത് നോക്കാവുന്ന പ്രവർത്തനമാണ് കേട്ടോ. ഇനി ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചു നോക്കൂ. നമുക്ക് ചെയ്തു നോക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. 4 ചിത്രങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള 4 ചിത്രങ്ങൾ. ഓരോന്നോരോന്നായി നമുക്ക് വരയ്ക്കാം. ആദ്യത്തെ ചിത്രം വരയ്ക്കാനായിട്ട് നമുക്കൊരു സമചതുരം വേണം. മക്കൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഞാൻ കുറച്ചുകൂടെ വലിയ ചിത്രം കിട്ടാനായിട്ട് 6 സെന്റിമീറ്റർ ഉള്ള സമചതുരമാണ് വരയ്ക്കുന്നത്. ആദ്യം ഒരു 6 സെന്റിമീറ്റർ വര വരച്ചു. പിന്നെ കോമ്പസും സ്കെയിലും ഉപയോഗിച്ച് ആ വരകൾ നീട്ടി വരച്ച് മുകളിലേക്ക് നീട്ടി വരച്ച് ആ 2 വരകളും തമ്മിൽ യോജിപ്പിച്ച് 6 സെന്റിമീറ്റർ ഉള്ള സമചതുരമാക്കി മാറ്റുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 6 സെന്റിമീറ്ററിന്റെ പകുതി ദൂരം മാർക്ക് ചെയ്യാം. അതായത് 3 സെന്റിമീറ്ററിൽ 4 വശങ്ങളും 3 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കോമ്പസ് ആണ്. കോമ്പസ് എടുക്കുക. കോമ്പസിൽ നിന്ന് ചതുരത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഈ കോണിൽ കുത്തിയിട്ട് 3 സെന്റിമീറ്റർ, അതായത് ആ ചതുരത്തിന്റെ വശത്തിന്റെ പകുതി നീളം, അതിൽ നിന്ന് നമ്മൾ തൊട്ടടുത്ത കുത്തിയിട്ടുള്ള ആ കുത്തിയിലേക്ക് ആ 3 സെന്റിമീറ്ററിലേക്ക് വര വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത വശത്തു നിന്നും 3 സെന്റിമീറ്ററിൽ നിന്നും അടുത്ത 3 സെന്റിമീറ്ററിൽ നമ്മൾ കുത്തിയിട്ടുള്ള അതിലേക്ക് കോമ്പസ് ഉപയോഗിച്ച് വര വരച്ചു കൊടുക്കുക. ഇങ്ങനെ 4 വശങ്ങളിലും പകുതി ദൂരത്തിൽ നിന്ന് അടുത്ത പകുതി ദൂരത്തിലേക്ക് അർദ്ധവൃത്തം വരച്ചു കൊടുക്കുക. അടുത്ത ചിത്രത്തിന്, അതായത് രണ്ടാമത്തെ ചിത്രത്തിന് നമുക്ക് എന്ത് വേണം? ഒരു ചതുരം വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു വര വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഞാൻ 6 സെന്റിമീറ്റർ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് മട്ടവും സ്കെയിലും ഉപയോഗിച്ച് ഇത് ഒരു സമചതുരമാക്കി മാറ്റുക. നേരത്തെ ചെയ്തതുപോലെ 4 വശങ്ങളുടെയും പകുതി ദൂരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതായത് 3 സെന്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ എതിർവശങ്ങൾ തമ്മിൽ മാർക്ക് ചെയ്ത പകുതി ദൂരം മാർക്ക് ചെയ്ത എതിർവശങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. കണ്ടോ? നമുക്ക് വൃത്തത്തിന്റെ കേന്ദ്രബിന്ദു കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ കേന്ദ്രബിന്ദുവിൽ കോമ്പസ് കുത്തി ആ ചതുരത്തിനുള്ളിൽ ഒരു വൃത്തം വരച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ആ ആദ്യം വരച്ച എന്ത് ചെയ്യുക? ആ 2 വരകൾ മായ്ച്ചു കളയുക. എന്നിട്ട് ഈ വൃത്തത്തിനകത്ത്
ആ നടുവിൽ നമ്മൾ വരയുടെ വശങ്ങളുടെ ചതുരത്തിന്റെ വശങ്ങളുടെ നടുവിലിട്ട പോയിന്റുകൾ അത് നാലും യോജിപ്പിച്ച് അതിനെ ഒരു ചതുരമാക്കി മാറ്റുക. നിങ്ങൾക്കിത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള കളർ കൊടുത്താൽ കുറച്ചുകൂടെ വ്യക്തമാവും കേട്ടോ. മൂന്നാമത്തെ ചിത്രം വരയ്ക്കാനായിട്ട് ആദ്യം നമ്മളൊരു വര വരയ്ക്കുക. എന്നിട്ട് ആ വര ആരമായി വരുന്ന രീതിയിൽ ആ വരയുടെ ഒരു ഭാഗത്ത് കോമ്പസ് കുത്തിയിട്ട് നമ്മളൊരു വൃത്തം വരച്ചു കൊടുക്കുക. ഇനി ആ വരയുടെ മറ്റേ പോയിന്റിൽ നിന്ന്, മറ്റേ ബിന്ദുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വൃത്തം കൂടി വരയ്ക്കുക. അപ്പോൾ നമ്മൾ വരച്ച വര എന്തായി, ആ രണ്ട് വൃത്തത്തിന്റെ ഉള്ളിലായിട്ട് കിട്ടും. ഇനി ആദ്യം വരച്ച ആ വൃത്തത്തിലേക്ക് നമ്മൾ ആദ്യം വരച്ച ആ വര അത് ഒന്ന് നീട്ടിക്കൊടുക്കുക. അതായത് ആദ്യത്തെ ആ വൃത്തത്തിന്റെ വ്യാസമായിട്ട് അത് കൊടുക്കുക. ഇനി ഇപ്പൊ നമ്മൾ നീട്ടി വരച്ച ഈ വരയുണ്ടല്ലോ, ആ വരയുടെ ഒരു പോയിന്റ് എടുത്തിട്ട്, അതായത് ആ വൃത്തം തുടങ്ങുന്ന ആ വരയുടെ പോയിന്റിൽ നിന്ന് നമ്മൾ മൂന്നാമതൊരു വൃത്തം കൂടെ വരച്ചു കൊടുക്കുക. ഇപ്പൊ നമുക്ക് 3 വൃത്തങ്ങൾ കിട്ടി. ഇനി ആദ്യത്തെ ആ വൃത്തം രണ്ടാമതായി നമ്മൾ വരച്ച ആ 2 വൃത്തങ്ങളിലേക്കുമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ പോയിന്റുകളിലും, കൂട്ടിമുട്ടുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരകൾ വരച്ച്, ലൈൻ വരച്ച് യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ആ വൃത്തത്തിനുള്ളിൽ ഒരു ഷഡ്ഭുജം കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് ഈ ഷഡ്ഭുജത്തിന്റെ ഓരോ കോണുകളുണ്ടല്ലോ, ഓരോ പോയിന്റുകളും, അതിലൊന്നിടവിട്ട ബിന്ദുക്കൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് അതിനുള്ളിൽ ഇതുപോലെ ഒരു ത്രികോണമാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ ആ പോയിന്റുകൾ ഉണ്ടല്ലോ, 3 പോയിന്റുകൾ, ആ 3 പോയിന്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം കൂടി വരയ്ക്കുക. അതായത് ഷഡ്ഭുജത്തിനുള്ളിൽ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടും. ഇനി നമ്മൾ ആദ്യം വരച്ച ആ 3 വൃത്തങ്ങളും അതുപോലെ എന്താണ് പറയാ, വൃത്തങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരിക്കും. അതും പിന്നെ നമ്മൾ വ്യാസമായിട്ട് വരച്ച വൃത്തത്തിനുള്ളിലുള്ള ആ വരയും അതൊക്കെ മായ്ച്ചു കളയുക. എന്നിട്ട് ഈ ലൈൻസ് ഒക്കെ ഒന്നുകൂടെ കട്ടി കൂട്ടി ക്ലിയർ ആക്കി വരയ്ക്കുക. ഇതൊന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവണമെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിറം കൊടുക്കണം. കളർ കൊടുത്തെങ്കിൽ മാത്രമേ, ഇത് മാത്രമല്ല എല്ലാ ചിത്രങ്ങളും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കളർ കൊടുത്തെങ്കിൽ മാത്രമേ വൃത്തിക്ക് കാണുകയുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അവസാനത്തെ ചിത്രമാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. അളവൊന്നുമില്ല, ഒരു വൃത്തം വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് ആ വൃത്തത്തിന്റെ വ്യാസം അത് നമ്മൾ അടയാളപ്പെടുത്തുക, വരയ്ക്കുക. ശേഷം വൃത്തത്തിന്റെ ആരം ഉണ്ടല്ലോ, അതായത് നമ്മൾ 4 സെന്റിമീറ്റർ ആണ് വ്യാസം എന്നുണ്ടെങ്കിൽ 2 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആയിരിക്കും ആരം, അല്ലെ, പകുതി, വ്യാസത്തിന്റെ പകുതി. ആ ആരത്തിന്റെ പകുതിയിൽ നിങ്ങളൊരു പോയിന്റ് അടയാളപ്പെടുത്തുക. 2 ആരത്തിന്റെയും പകുതിയിൽ പോയിന്റ് അടയാളപ്പെടുത്തുക. അതായത് 2 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുക, ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന്, ആ പോയിന്റ് ഇട്ട പോയിന്റിൽ നമ്മൾ കോമ്പസ് കുത്തിയിട്ട് അങ്ങോട്ടേക്കും താഴത്തേക്കും, അതുപോലെ മറ്റേ ആരത്തിൽ നിന്ന് ആ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് എന്താ പറയാ, മുകളിലേക്കും ഒരു അർദ്ധവൃത്തങ്ങൾ വരച്ചു കൊടുക്കുക. ചിത്രങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിറം കൊടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വരയ്ക്കാനൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 5ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളുടെയും, ഹിന്ദി ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളുടെയും. മക്കൾ എന്ത് ചെയ്യുക, ചാനലിൽ കയറിയിട്ട് നോക്കുക, ആവശ്യമുള്ള ചാപ്റ്റേഴ്സൊക്കെ എടുക്കുക. അപ്പോൾ ശരി, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്